പ്രിയ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എന്ന വിഷയം ആസ്പദമാക്കി നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ വെച്ച് ഏറ്റവും മഹത്തരമായ ഒരു അത്ഭുതമാണ് ലാസറിൻ്റെ ഉയർപ്പ്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിലേക്കായി പാസ്റ്റർ ജോൺ ജോയി, പാസ്റ്റർ രാജേഷ് നമ്മോടൊപ്പമുണ്ട്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. പാസ്റ്റർ രാജേഷ്, പാസ്റ്റർ ജോൺ ജോയി, ഈ ലാസറിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന പരമ്പരയിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ലാസർ ആരായിരുന്നു പാസ്റ്റർ ജോൺ ജോയി? ലാസർ ബഥാന്യയിൽ മാർത്തയുടെയും മറിയയുടെയും സഹോദരനാണ്. ഈ ലാസറിനെ കുറിച്ച് വേദപുസ്തകത്തിൽ അധികമൊന്നും വിവരിക്കുന്നില്ല. എന്നാൽ ലാസർ യേശുക്രിസ്തു സമയം കിട്ടുമ്പോഴൊക്കെയും ആ ഭവനത്തിൽ വരികയും അവരോടൊരുമിച്ച് താമസിക്കുകയും ചെയ്ത ഒരു അനുഭവം ഉണ്ട്. യേശുവിനെ അധികം സ്നേഹിച്ച ഒരു ഭവനമാണ് ഈ ലാസറിൻ്റെ ഭവനമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. കാരണം ലാസറും സഹോദരിമാരും കർത്താവായ ദൈവത്തെ സ്നേഹിച്ചിരുന്നു. അതുമാത്രമല്ല, നമ്മൾ വചനം പരിശോധിക്കുമ്പോൾ ലാസർ കർത്താവായ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു. കർത്താവായ ദൈവത്തെ സ്നേഹിക്കുകയും ഒരു മിശിഹയാണ് എന്ന് തിരിച്ചറിയുകയും ആ കർത്താവായ യേശുവിനെ പിൻപറ്റുവാനായിട്ട് പ്രത്യേകമായ ഒരു ആഗ്രഹവും ഒരു വാഞ്ചയും ഇവർക്ക് മൂന്ന് പേർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ കർത്താവായ യേശുക്രിസ്തുവിന് ലാസർ ഇത്രയും പ്രിയപ്പെട്ടവനായി തീർന്നത്? അതെ, തീർച്ചയായിട്ടും. അത് ലാസർ മാത്രമാകണമെന്നില്ല. കർത്താവായ ദൈവത്തെ അംഗീകരിക്കുന്ന, കർത്താവായ യേശുവിനെ വിശ്വസിക്കുന്ന എല്ലാവരും കർത്താവിന് പ്രിയമുള്ളവരാണ്. ഞാനും നിങ്ങളും എല്ലാവരും കർത്താവായ യേശുവിന് പ്രിയമുള്ളവരാണ്. ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവായ യേശു പല സമയങ്ങളിൽ ആ പ്രദേശത്തൂടെ പോയപ്പോഴൊക്കെയും മാർത്തയുടെയും മറിയയുടെയും ലാസറിനെയും ഭവനത്തിൽ വന്നു, അവരോട് താമസിച്ചു, അവരോടുകൂടി ആഹാരം കഴിച്ചു നമ്മുടെ വചനം പറയുന്നുണ്ട്. അപ്പോൾ ലാസറും കുടുംബവും കർത്താവായ യേശുവിന് വളരെ പ്രിയപ്പെട്ട ഒരു കുടുംബമായിരുന്നു. അപ്പോൾ ലാസറിന് അസുഖം ബാധിച്ച വിവരം കർത്താവായ യേശുക്രിസ്തു അറിഞ്ഞിരുന്നില്ലേ പാസ്റ്റർ? ലാസറിന് അസുഖം പ്രാപിച്ചിരുന്നത് യേശുക്രിസ്തു അറിഞ്ഞില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിന് മനസ്സിലായി കാണും. കാരണം നമ്മെ സംബന്ധിച്ച് ഈ ലോകപ്രകാരമുള്ള ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾക്ക് ഏതെങ്കിലും പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മിക്കവാറും പെട്ടെന്ന് മനസ്സിലാക്കും. ചില മാതാപിതാക്കന്മാർ പറയാറുണ്ട്, മോനെ നീ ഹോസ്റ്റലിൽ താമസിച്ചു, കഴിഞ്ഞ രാത്രി നിനക്ക് പ്രയാസമാണെന്ന് എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ ഒരു ബന്ധത്തിലാണെങ്കിൽ, എന്നാൽ യേശുക്രിസ്തുവിന് നിശ്ചയമായിട്ടും ലാസർ ഈ അവസ്ഥയിലാണതിനെക്കുറിച്ച് യേശുക്രിസ്തുവിന് അറിയാമായിരുന്നു. കാരണം കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്. അവൻ അറിയാത്തതായിട്ട് ഒന്നും തന്നെ ഭൂമിയിലില്ല. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുവിന് ലാസറിനെ അറിയാമായിരുന്നു. അതുമാത്രവുമല്ല, നാം വചനം പരിശോധന കാണുകയാണ്, ലാസറിന്റെ സഹോദരിമാർ ഒരു ആളെ അയക്കുകയാണ് കർത്താവായ യേശുവിനോട് ലാസർ ദീനമായി കിടക്കുകയാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഒരാളെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെയാണ് കർത്താവായ യേശു ലാസർ ദീനമായി കിടക്കുകയാണെന്ന് അറിയുന്നത്. അതാരായിരുന്നു ആ വ്യക്തി? അത് ആരാണ് എന്ന് വ്യക്തമായി പേരൊന്നും പറയുന്നില്ല. എന്നാൽ മാർത്തയും മറിയും അറിയുന്ന ഒരു വ്യക്തിയെ കർത്താവായ യേശു അടുക്കിലേക്ക് പറഞ്ഞു വയ്ക്കുകയാണ്. ലാസർ സുഖമില്ലാതെ കിടക്കുകയാണ് എന്ന് അറിയിക്കുവാനായിട്ട് ദൈവം വന്ന് അറിയിക്കുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തു ലാസർ അസുഖമായി കിടക്കുന്ന വിവരം അറിഞ്ഞിട്ട് ഇത് മരിക്കാനുള്ള അസുഖമല്ല എന്ന് യേശുക്രിസ്തു പറയുന്നുണ്ട്. അതെന്തുകൊണ്ട് പാസ്റ്റർ അങ്ങനെ? യേശുക്രിസ്തു വാസ്തവത്തിൽ യേശുക്രിസ്തു അറിയാം മരണമെന്ന് ആ കാലഘട്ടത്തിൽ മനുഷ്യൻ വിചാരിച്ചിരുന്നത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ലോകത്തിലുള്ള സകല കാര്യങ്ങളും അവസാനിച്ചതാണ്. പക്ഷേ യേശുക്രിസ്തു ഈ മരണത്തിൽ നിന്ന് ഒരു വലിയ സത്യം ലോകത്തെ അറിയിക്കാനൊക്കെ ദൈവം ആഗ്രഹിക്കുക. അവൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു അവൻ മരിച്ചിട്ടില്ല, അവന് എന്ത് ചെയ്യുന്ന പറഞ്ഞേ, അവൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? അവൻ്റെ മരണത്തെക്കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞാൽ അവൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ലോകത്തിലെ മരണം താൽക്കാലികമാണല്ലേ? അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടെ ഈ മരണത്തിനൊക്കെ ചില മാറ്റങ്ങളുണ്ടാകും. ഈ മരണത്തിൻ്റെ അവധി എന്ന് പറഞ്ഞിരിക്കുന്നത് അവനൊരു ഉറക്കത്തിൻ്റെ അനുഭവത്തിലാണ്. യേശുക്രിസ്തുവിൻ്റെ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരെയും ഈ ഭൂമിയിൽ ഉറക്കത്തിൻ്റെ അവസ്ഥയിലാണ്. അവിടെ ആ ദീനത്തെക്കുറിച്ച് കർത്താവായ യേശു കേട്ട ഉടനെ അദ്ദേഹം പറയുകയാണ്, ഈ ദീനം മരണത്തിനായിട്ടല്ല എന്നാണ് കർത്താവായ യേശു പറയുന്നത്. അതെ, അതായത് കർത്താവായ യേശുവിന് അറിയാമായിരുന്നു ഈ അസുഖം ദൈവനാമ മുഖത്തിന് വേണ്ടിയിട്ടാണ് ഇവന് സംഭവിച്ചത് എന്ന് കർത്താവായ യേശു നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇത് മരണത്തിനായിട്ടല്ല എന്ന് കർത്താവായ യേശു പറയുകയും എന്നാൽ അല്പം കഴിഞ്ഞിട്ട് അവൻ മരിക്കുകയും ചെയ്യുന്നു. അപ്പം ലാസർ മരിച്ചിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് യേശുക്രിസ്തു യഹൂദയിലേക്ക് പോകുന്നത്? 4 ദിവസം കഴിഞ്ഞിട്ട്.
4 ദിവസം കഴിഞ്ഞിട്ട് യേശു അവനെ മരിച്ച് അടക്കം ചെയ്തു. 4-ാം ദിവസമാണ്, അതിനുശേഷമാണ് കർത്താവ് യേശു ക്രിസ്തു അതിലേക്ക് വരുന്നത്. അതെ, ഈ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. കാരണം കർത്താവായ യേശു ലാസറിനെ എത്രത്തോളം സ്നേഹിക്കുന്ന കർത്താവിൻ്റെ മറ്റുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ലാസർ ദീനമായി കിടക്കുകയാണെന്ന് കേട്ട ഉടനെ കർത്താവ് എന്തുകൊണ്ട് അവനെ സൗഖ്യപ്പെടുത്തുവാൻ പോയില്ല എന്നൊരു ചിന്ത എല്ലാവരുടെ മനസ്സിലും പെട്ടെന്ന് ഓടി വന്നു. ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നില്ല. അതെ, തീർച്ചയായിട്ടും അവര് മറ്റുള്ള ഒരു വ്യക്തി വന്ന് പറയുകയാണ് ഇപ്രകാരം ലാസർ ദീനമായി കിടക്കുകയാണെന്ന് പറഞ്ഞ ഉടനെ മറ്റുള്ള എല്ലാവരും ഇത് കേൾക്കുകയാണ്. അപ്പൊ കർത്താവ് യേശു അങ്ങോട്ട് പോകാതെ ഉടനെ തന്നെ അങ്ങോട്ട് തിരിക്കാതെ അവൻ മറ്റുള്ള കാര്യങ്ങളിലേക്ക് വ്യാപൃതനാവുകയാണ്. അത് ബാക്കിയുള്ള എല്ലാവരെയും ഒരു അതിശയത്തിന്റെ ഒരു അവസരത്തിലേക്ക് അവരെ കൊണ്ടുവരുത്തുകയാണ്. കാരണം ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു സഹോദരനെ പോലെയായിരുന്നു ലാസർ കർത്താവായ യേശു. അത് എന്നിട്ടും അത് കേട്ടിട്ടും, ദീനമാണെന്ന് കേട്ടിട്ടും കർത്താവായ യേശു അങ്ങോട്ട് പോകാൻ തുനിയാതെ വേലകൾക്കായിട്ട് വീണ്ടും ഇറങ്ങിത്തിരിക്കുകയാണ്. അത് മറ്റുള്ളവർക്ക് ഭയങ്കരമായ ഒരു അതിശയത്തിന്റെ ഒരു അവസ്ഥ സൃഷ്ടിച്ചെന്നുള്ള സത്യം തന്നെയാണ്. ഓക്കെ, അപ്പം കർത്താവായ യേശു ക്രിസ്തു ലാസറിന്റെ ഭവനത്തിൽ വന്നപ്പോൾ അവിടുത്തെ പ്രതികരണം എങ്ങനെയായിരുന്നു? അവിടെ എനിക്ക് തോന്നുന്നു അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ലാസർ മരിച്ചു എന്ന് കർത്താവ് കേൾക്കുന്നു. ആ സമയത്താണ് കർത്താവായ യേശു മറ്റുള്ളവർ പറയുന്നത് നമുക്ക് ബെഥാനിയിലേക്ക് പോകാം എന്ന് പറയുന്ന ഉടനെ ശിഷ്യന്മാരൊക്കെയും പറയുന്നു, ഇല്ല, അങ്ങോട്ട് ഇപ്പോൾ എന്തിനാണ് പോകുന്നത്? കാരണം അങ്ങോട്ട് പോയാൽ ഇപ്പോൾ നിന്നെ കൊല്ലുവാൻ പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഓൾറെഡി പലരും അന്വേഷിക്കുകയാണ് കൊല്ലുവാനായിട്ട്. നാം അവിടേക്ക് പോയാൽ ലാസറിന്റെ ഭവനത്തിൽ അനേകരുണ്ടാകും, പരീശന്മാരുണ്ടാകും, ശാസ്ത്രജ്ഞരുണ്ടാകും. നാം അവിടേക്ക് പോകുന്നത് സ്വയം മരണത്തിന് കൊണ്ടുപോയി തലവയ്ക്കലല്ലേ എന്ന് ചോദിക്കുകയാണ് പലരും. അപ്പോൾ അവിടെ ശിഷ്യന്മാർക്ക് ഒരു പേടി ഉണ്ടായിരുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും കർത്താവിനോടൊത്ത് പോകുന്നതായ ആ ഒരു സമയം അവരെല്ലാവരും പേടിച്ചിരുന്നു. കാരണം മരണത്തെ അവര് മുഖാമുഖം കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്ന ഒരവസ്ഥയിലേക്കാണ് വന്നത്. അവിടെ യഹൂദന്മാര് അവരൊരുമിച്ച് ഇത്രത്തോളം ഈ മാർത്തയും മറിയയും ലാസറിനെയും സ്നേഹിച്ച യേശു അവരുടെ ഈ ആപത്ത സമയത്ത് വരാതിരുന്നതിനെക്കുറിച്ച് ജനം അവർ വളരെ ദേഷ്യത്തോടു കൂടി നിൽക്കുന്നതാണ്. അവനെ കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലാന്നുള്ള രീതിയിലാണ്. ഇനി എന്തിനാണ് അവൻ വരുന്നത്? മരിക്കുന്നതിന് മുമ്പ് ദീനമായി കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് വരാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതല്ലായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ എന്തിനാണ് വരുന്നത്? ഇനി വന്നിട്ട് എന്താ അർത്ഥം? അപ്പോൾ യേശുക്രിസ്തു വന്നപ്പോൾ എന്ത് സംഭവിച്ചു? യേശുക്രിസ്തു വന്നപ്പോൾ അതുപോലെ ആളുകൾ ഇങ്ങനെ പ്രതികരിച്ച് നിൽക്കുകയാണ്. എന്നാൽ മാർത്തയും മറിയയും ഇരിക്കുന്ന സ്ഥലത്ത് യേശുക്രിസ്തു വന്നിട്ടുണ്ടെന്ന് ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരൊരാൾ എഴുന്നേറ്റ് ചെന്ന് യേശുക്രിസ്തുവിനെ വഴിയിൽ വെച്ച് സ്വീകരിക്കുകയാണ്. അതെ, മാർത്ത ഓടിപ്പോയി സ്വീകരിക്കുക. അപ്പോൾ ആളുകൾ പറയാണ്, ഇവളെന്തിനാണ്? ഇവളൊരു പക്ഷേ കല്ലറയ്ക്കൽ, ലാസറിൻ്റെ കല്ലറയിൽ തൻ്റെ സഹോദരൻ മരിച്ച ആ വിവരം പറഞ്ഞ മനസ്സിൻ്റെ വേദന കൊണ്ട് കരയാൻ പോയതായിരിക്കും എന്ന് വിചാരിച്ചു. ഓക്കെ, നല്ലൊരു ചർച്ചയായിരുന്നു. നമുക്ക് വീണ്ടും തുടരാം. പ്രിയ പ്രേക്ഷകരെ, വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കാണാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. യേശു ക്രിസ്തുവിനെ കണ്ട മാർത്തയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? പാസ്റ്റർ രാജേഷ് ഒന്ന് വിവരിക്കാവോ? മാർത്തയുടെ പ്രതികരണം വളരെ ചിന്തിക്കുവാൻ തക്കമുള്ളതായ ഒരു കാര്യമാണ്. കാരണം ഒരു ഭവനത്തിൽ ഒരു മരണം സംഭവിച്ചു. വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി മടങ്ങി വന്നതായ സമയത്ത് അദ്ദേഹത്തെ കണ്ട മാത്രയിൽ ആരും ഇറങ്ങി ഓടിച്ചെന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന പോലെ ഒരു കാര്യമാണ് മാർത്തയും ഇവിടെ കാണിക്കുന്നത്. മാർത്ത കർത്താവായ യേശു വന്നു എന്ന് കേട്ട ഉടനെ വീട്ടിലെത്തുവാൻ പോലും കാത്തു നിൽക്കാതെ മാർത്ത നേരെ ഓടിപ്പോയി കർത്താവായ യേശുവിനെ കാണുവാനായിട്ട് പോവുകയാണ്. മാർത്തയുടെ ചോദ്യം, അല്ലെങ്കിൽ മാർത്ത കർത്താവായ യേശുവിനെ കണ്ട് പറയുന്നതായ ആ കാര്യം പോലും അവളുടെ വേദന എത്രത്തോളമായിരുന്നു കാണുവാൻ സാധിക്കും. മാർത്ത എന്താ ചോദിച്ചത് പാസ്റ്റർ? കർത്താവ് യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്ന, കർത്താവായ യേശുവെ, അവൻ മരിച്ചുപോയി, പക്ഷെ പുനരുത്ഥാനത്തിൽ അവൻ കാണും എന്ന് എങ്ങനെയാണ് വിശ്വസിക്കുന്നത് അല്ലേ? മാർത്ത പറയുകയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നു, കർത്താവായ യേശുവെ, അങ്ങ് നീ നേരത്തെ വന്നിരുന്നിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. മാർത്ത അത് പറയുകയാണ്. കാരണം മാർത്തയ്ക്ക് അറിയാം, അത്രമാത്രം വിശ്വാസം മാർത്തയ്ക്ക് യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. അതെ, അതുകൊണ്ടാണ് കർത്താവായ യേശു വരും എന്ന് ഒരു അറിവിൻ്റെതായ ബലത്തിന്റെ പുറത്താണ് ഒരു വ്യക്തിയെ കർത്താവായ യേശുവിനെ അറിയിക്കുവാനായിട്ട് പറഞ്ഞു വിടുന്നത്. പക്ഷേ മാർത്തയെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് കർത്താവായ യേശു വരുന്നില്ല. മറിച്ച് ലാസർ മരിച്ചു കഴിഞ്ഞ് 4-ന്റെ അന്നാണ് മാർത്ത വരുന്നത്. മാർത്തയെ പോലും അതെ, യേശു ക്രിസ്തു വരുന്നത്. മാർത്തയ്ക്ക് അത് വളരെയധികമായ വേദന ഉണ്ടാക്കി. കർത്താവായ യേശു എന്തുകൊണ്ട് വന്നില്ല? ഇന്ന് മരിച്ച് 4 ദിവസം കഴിഞ്ഞു, ഇതുവരെയും കർത്താവ് യേശു വന്നിട്ടില്ല. അപ്പോൾ കർത്താവ് യേശു വന്നു എന്ന് കേട്ട ഉടനെ മാർത്ത ഓടിപ്പോയി കർത്താവ് യേശുവിനോട് പറയുകയാണ്, കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തു എന്താ പറഞ്ഞത് പാസ്റ്റർ? യേശു ക്രിസ്തു പറഞ്ഞത് അവൻ മരിച്ചിട്ടില്ല, അവൻ ഉറങ്ങുകയാണ്.
ഓക്കെ. ആ ഒരു ആശ്വാസ വചനമാണ് യേശു ക്രിസ്തു പറഞ്ഞത്. ആ ഒരു ബലത്തിലാണ് യേശു ക്രിസ്തു ഒരു പക്ഷേ അപ്പോഴാണ് വരാൻ താമസിച്ചത്. അപ്പോഴാണ് മാർത്ത പറഞ്ഞത്, ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന്, അല്ലേ പാസ്റ്റർ? അതായത് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന മാർത്തയോട് കർത്താവായ യേശു പറയുകയാണ്, നീ ഈ സമയത്തും നീ ഇപ്പോഴും എന്നിൽ വിശ്വസിക്കുന്നുവോ മാർത്തയെ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ്, അതേ കർത്താവ് ഞാൻ വിശ്വസിക്കുകയാണ്, അങ്ങനെ വിശ്വസിക്കുകയാണ് എന്ന് മാർത്ത കർത്താവായ യേശുവിനോട് പറയുകയാണ്. അപ്പോൾ അപ്പോഴാണ് മാർത്ത പറയുന്നത്, കർത്താവെ ഞാൻ ഇനി എന്താണ് ചെയ്യുക? അപ്പോൾ കർത്താവായ യേശു തിരിച്ചു പറയുകയാണ്, നീ ദൈവത്തിൽ വിശ്വസിക്കുകയാണ് എങ്കിൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനായിട്ട് ഇടയാകും. അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് നീ വിശ്വസിക്കുന്നുവോ മാർത്തയെ എന്ന് ചോദിക്കുമ്പോഴാണ് മാർത്ത പറയുന്നത്, ഉവ്വ് കർത്താവെ, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ സഹോദരൻ അന്ന് എഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു കർത്താവെ എന്ന് മാർത്ത യേശുവിനോടായി പറയുന്നത്. അപ്പൊ മാർത്തയ്ക്ക് അത്രയും മാത്രം പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തുവിന്മേൽ ഉണ്ട്. യേശു ക്രിസ്തു മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ വരികയും ഉപദേശങ്ങൾ പറയുകയും മറിയൊക്കെ ചെന്നിരുന്ന യേശു ക്രിസ്തുവിൻ്റെ കാൽക്കലിരുന്ന് അനേക ഉപദേശങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ്. അതെ. അപ്പോൾ യേശു ക്രിസ്തു ആ മരണത്തെക്കുറിച്ചും ആ കാലഘട്ടത്തിൽ അവരോട് പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത്, മരിച്ചു കഴിഞ്ഞാലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു മടങ്ങി വരവിൽ, അല്ലെങ്കിൽ യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ അവനൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് അവൾ പഠിച്ചു. അത് ഉദ്ധരിച്ചുകൊണ്ടാണ് അവൾ യേശുവിനോട് പറയുന്നത്, കർത്താവെ ഞാനത് വിശ്വസിക്കുന്നു. അത് കാരണം ആ സമയങ്ങളിൽ യഹൂദന്മാരിൽ പലരും വിശ്വസിച്ചിരുന്നു മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞു, ഇനി മറ്റൊന്നില്ല എന്നൊരു ചിന്തയാണ് അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ യേശു ക്രിസ്തു അവരെ പഠിപ്പിച്ചിരുന്നു, മരണം എല്ലാമല്ല. പൗലോസ് പറയുന്നത് പോലെ മരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഭം എത്രയുള്ളത്, കാരണം നാം ക്രിസ്തുവിൽ ഉറങ്ങുക എത്രയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നല്ല വാക്യങ്ങളൊക്കെ മാർത്തയ്ക്കും മറിയയ്ക്കും ലാസറിനും എല്ലാ കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് മാർത്തയിൽ ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു, എൻ്റെ സഹോദരൻ മരിച്ചുവെങ്കിൽ തന്നെയും എനിക്ക് അവനെ വീണ്ടും കാണുവാനായിട്ട് സാധിക്കും. ആ ഒരു പ്രത്യാശ മാർത്തയ്ക്ക് ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണോ കർത്താവായ യേശു ക്രിസ്തു കരഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യമായിട്ട് കണ്ണുനീർ വാർത്തു. ഈ സാഹചര്യത്താണോ യേശു കരഞ്ഞത്? അത് ഇവിടെ മാർത്ത ഈ സമയത്ത് കർത്താവായ യേശുവിനെ കാണുന്ന ഇപ്രകാരം പറയുന്നു, തിരിച്ചു വീണ്ടും മാർത്ത പോയി മറിയയും കൂട്ടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ മാർത്തയും മറിയയും കടന്നു വരികയും മറ്റുള്ളവരൊക്കെയും അവരുടെ പിറകെ വരികയും ചെയ്യുമ്പോൾ എല്ലാവരും കല്ലറയ്ക്കരികിലേക്ക് കർത്താവ് ചോദിക്കുകയാണ്, അവൻ എവിടെയാണ് വച്ചിരിക്കുന്നത്? അപ്പോൾ കല്ലറക്കരിയിലേക്ക് പോകുന്നതായ സമയത്ത് മാർത്തയുടെയും മറിയയുടെയും കരച്ചിലും നിലവിളിയും മറ്റുള്ളവരുടെ കരച്ചിലും ഒക്കെയും കണ്ട് കർത്താവായ യേശു ക്രിസ്തു കരയുകയാണ്. ശരിക്കും പറഞ്ഞാൽ കർത്താവായ യേശു കരയുന്നത് ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് ഓർത്തിട്ടും അല്ലെങ്കിൽ മറിയയുടെയും മാർത്തയുടെയും സങ്കടം കുറിച്ച് ഓർത്തിട്ടും മാത്രമായിരുന്നില്ല. അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതായി മറ്റുള്ളവരെ കുറിച്ച് ഓർത്ത്, കാരണം ഇവരാണല്ലോ അല്പം കഴിഞ്ഞിട്ട് എന്നെ ക്രൂശിക്കുവാൻ പോകുന്നവര് ഇവരായിരിക്കുമല്ലോ, ഇവരാണല്ലോ ഇപ്രകാരം എന്നെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് അല്ലെങ്കിൽ എന്നെ ക്രൂശിച്ച് കൊല്ലുവാനായിട്ട് പ്രേരിപ്പിക്കുവാൻ പോകുന്നത്. ഇതെല്ലാം ഓർത്ത് അവിടെ നിൽക്കുന്നവരെ എല്ലാവരുടെയും പ്രത്യാശ ഓർത്ത് അവിടെ അന്ത്യവിധികളെ ഓർത്ത് മുഴുവനായിട്ട് ദൈവം ഓർത്ത് കർത്താവായ യേശു അവിടെ കരയുകയാണ്. ഇങ്ങനെ ആയിക്കൂടെ? യേശു ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ടവരുടെ സങ്കടം കണ്ട് യേശു ക്രിസ്തു കരഞ്ഞതായിക്കൂടെ പാസ്റ്റർ? അങ്ങനെയാകാം. കാരണം കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവം എന്നൊക്കെ യേശു ക്രിസ്തു നമ്മൾ പാടുന്നുണ്ടല്ലോ. അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കണ്ണുനീരിനെ അവനത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പ്രതികരിക്കുന്ന ദൈവമാണ്. കണ്ണുനീരിനെ മറികടക്കുന്ന ദൈവമല്ല, വേദനകളെ മറികടക്കുന്ന ദൈവം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ യേശു ക്രിസ്തു ഈ സമയത്ത് കല്ലറയ്ക്കൽ നിന്ന് കരയുന്നതിൻ്റെ അർത്ഥം ഈ പറഞ്ഞതുപോലെയൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ യേശു കണ്ണുനീർ വാർത്തെങ്കിൽ എവിടെയെങ്കിലും യേശുവിൻ്റെ ഹൃദയത്തിന് ഭാരമുണ്ടായെങ്കിൽ തൻ്റെ മക്കളെക്കുറിച്ചും വരുവാൻ പോകുന്ന താൻ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് അപ്പം നമ്മൾ കണ്ണുനീർ വാർത്ത് പ്രാർത്ഥിച്ചാലും ഉത്തരം ലഭിക്കും. തീർച്ചയായിട്ടും ദൈവം ലഭിക്കും. ദൈവത്തിന് വചനം പറയുന്നു, ഞാൻ കണ്ണുനീരിനെ മറികടക്കുന്ന ദൈവമല്ല എന്ന് പറഞ്ഞത്. യേശു പറയാണ്, നീ കണ്ണുനീർ പൊഴിച്ചു കഴിഞ്ഞാൽ നിന്റെ കണ്ണുനീറിന് ഞാൻ മറുപടി തരുന്ന ദൈവമാണ്. ഓക്കെ. അപ്പം പിന്നെ കല്ലറയ്ക്ക് അരികിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നത്? അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ഉള്ളവരാരും തന്നെ ആ നിമിഷം വരെയും കർത്താവായ യേശു ക്രിസ്തു ലാസറിനെ ഉയർപ്പിക്കുവാൻ പോകുകയാണ് എന്ന ചിന്ത ആർക്കും ഉണ്ടായിരുന്നില്ല. അവരുടെ വിചാരം എന്ന് പറഞ്ഞ കർത്താവായ യേശു അവിടെ വന്നു, ലാസറിനെ കണ്ടില്ല, അതുകൊണ്ട് ഒരുപക്ഷെ കല്ലറ കാണുവാനായിട്ട് എല്ലാവരും വിളിച്ചുകൊണ്ട് പോകുന്നു. ആ ഒരു ചിന്തയായിരുന്നു എല്ലാവരുടെ ഉള്ളിലും ഉണ്ടായിരുന്നത്. കർത്താവായ ദൈവത്തിന് അവനെ ഉയർപ്പിക്കുവാൻ സാധിക്കുമോ എന്നൊരു ചിന്ത ആർക്കും ഉണ്ടായിരുന്നില്ല. ഇവൻ മാർത്തയോ മറിയയോ പോലും കർത്താവായ യേശു ലാസറിനെ ഉയർപ്പിച്ചു തരും എന്നുള്ള വിശ്വാസമോ ഒരു ചിന്തയോ പോലും അവരുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ മാർത്ത പറഞ്ഞത്, അവസാനത്തെ പുനരുത്ഥാനത്തിൽ എന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ ഈ കല്ലറയുടെ വാതിക്കല്
സകല മനുഷ്യരും വന്ന് ഓടി നിൽക്കുകയാണ്. യേശു പറയാണ് കല്ല് ഉരുട്ടി മാറ്റാനല്ലേ. അതെ. അപ്പോൾ ആളുകൾ പറയാണ്, നീ എന്താണ് ഈ പാഴ്വേല ചെയ്യാനൊക്കെ പോകുന്നത്? മരിച്ചിട്ട് 4 ദിവസമായി, നാറ്റപ്പെട്ടിട്ടുണ്ടാകും. അതെ, ആ കല്ലറ തുറന്നു പറഞ്ഞാൽ എല്ലാവരും നാറ്റം കാരണം മൂക്ക് പൊത്തുകയാണ്. അതുകൊണ്ട് അതൊരിക്കലും അതൊരസാധ്യമായ കാര്യമാണ് ആണ്. അങ്ങനെയാണ് ജനത്തിൻ്റെ പ്രതികരണം. ജനങ്ങളെല്ലാം നോക്കി നിൽക്കുകയാണ്, ഇവരെന്താ കാണിക്കാൻ പോകുന്നത്? മരിച്ചിട്ട് 4 ദിവസമായി, നാറ്റം വെച്ചിരിക്കുന്നു, ഇനി അത് തുറന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? സാധാരണ നമ്മളൊരു ബോഡി അടക്കം ചെയ്ത് കഴിഞ്ഞാൽ വിദേശത്തായിരിക്കുന്ന മറ്റ് സ്ഥലത്തുള്ള മക്കൾ തിരിച്ചു വരുമ്പോൾ അവരെ കാണിക്കാൻ വേണ്ടി വെച്ചേക്കും അല്ലേ. അതെ, എന്ന് പറഞ്ഞ പോലെ യേശു ഒന്ന് കണ്ടോട്ടെ. ഓക്കെ പാസ്റ്റർ, വളരെ രസകരമായ ചർച്ചയായിരുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് ഈ ചർച്ച തുടരുന്നതായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് കാണാം. പ്രിയ പ്രേക്ഷകരെ, ലാസറിന്റെ ഉയർപ്പ് എന്ന ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ലാസറിന്റെ വീട്ടിൽ എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു 4 ദിവസം കഴിഞ്ഞിട്ട് വന്നത്? പാസ്റ്റർ രാജേഷ്. അത് വളരെ രസകരമായൊരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം സാധാരണ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നാം ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ വളരെ വേഗം അവിടേക്ക് ഓടിപ്പോകുകയാണ് പതിവ്. അന്ന് തന്നെ നമ്മൾ അന്ന് തന്നെ എത്ര ബുദ്ധിമുട്ടിയായാലും നമ്മൾ അവിടേക്ക് പെട്ടെന്ന് ഓടിച്ചെല്ലുകയാണ് പതിവ്. എന്നാൽ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ലാസർ മരിച്ചു എന്ന് കേട്ടിട്ടും പ്രിയപ്പെട്ടവനായിരുന്നിട്ട് കൂടി കർത്താവായ യേശു ക്രിസ്തു 4 ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടും അവിടേക്ക് പോകുവാനായിട്ട് തയ്യാറെടുക്കുന്നത്. അത് എല്ലാവരെയും അതിശയപ്പെടുത്തി. എന്തുകൊണ്ട് കർത്താവ് 4 ദിവസം വരെ കാത്തിരുന്നു? അതിന് പ്രത്യേകമായൊരു കാരണമുണ്ട്. കാരണം ഒരു പ്രാവശ്യ പ്രകാരം കർത്താവായ യേശു ഒരു ബാലയെ ഉയർപ്പിച്ചതായ സമയത്ത് യഹൂദന്മാർ പറഞ്ഞു പരത്തിയിരുന്നു, ബാല മരിച്ചിട്ടുണ്ടായിരുന്നില്ല, അവൾ അസുഖമായി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. കാരണം കർത്താവ് പറഞ്ഞിരുന്നു, അവൾ ഉറങ്ങുകയത്രേ, നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ അവർ പറഞ്ഞു പരത്തി, ബാല മരിച്ചിട്ടില്ലായിരുന്നു, ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് അവൻ ഉയർപ്പിച്ചു എന്നുള്ള കഥ പരന്നപ്പോൾ അവർ അതിനൊരു പ്രതിഫലനമായിട്ട് അതിന് വേറെ ഇതിൽ പറഞ്ഞു പരത്തി. പക്ഷെ ഈ സമയത്ത് അതിനൊന്നിനും യാതൊരു വിധമായ വിലയും പോകുന്നില്ല. അതെ, യാതൊരു തരത്തിലുള്ളതായ അവസരവും കർത്താവ് നൽകിയില്ല. കാരണം എല്ലാവരും അറിഞ്ഞു ലാസർ മരിച്ചു. കാരണം 4 ദിവസമായപ്പോഴേക്കും അറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് ഒരു വലിയ ഒരു അവസരം ദൈവം കർത്താവ് കാണുകയാണ്. കല്ലറയ്ക്കൽ അടക്കിയിട്ട് 4 ദിവസമായി. അതെ, മരിച്ചതിന് ശേഷം 4 ദിവസമായി കഴിഞ്ഞിട്ടാണ് കർത്താവ് ചെല്ലുന്നത്. അപ്പോൾ അവർക്ക് ശരിക്കും ബോധ്യമായി മരിച്ചെന്നുള്ളത്. അതെ. അപ്പോൾ കല്ലറയ്ക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് പാസ്റ്റർ? കല്ലറയുടെ വാതിൽക്കൽ ആളുകളെല്ലാം വന്നുകൂടി, ജനമെല്ലാം നോക്കിക്കാണ്. യേശു ക്രിസ്തു കല്ലറയുടെ അടുത്തേക്ക് നടന്നു ചെല്ലുകയാണ്. സാധാരണ ഇന്ന് ലോകപ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ ബോഡി കാണാനുള്ള താല്പര്യത്തെ മുൻനിർത്തി ചില സന്ദർഭങ്ങളിൽ കല്ലറ തുറന്ന് കാണിക്കാറൊക്കെ ഉണ്ട്. അതുപോലെ ആയിരിക്കും എന്ന് വിചാരിച്ചു. യേശു ക്രിസ്തു അവിടെ ചെന്നതിന് ശേഷം ആളുകളെല്ലാം നോക്കി നിൽക്കുകയാണ്. അവൻ പറഞ്ഞ് കല്ല് ഉരുട്ടി മാറ്റാണ്ടൊക്കെ പറഞ്ഞു, ഗുഹയിൽ വെച്ചിരിക്കുന്നത് അവിടുത്തെ ഉരുട്ടി മാറ്റാനും പറഞ്ഞു. ഉടനെ ആളുകളെല്ലാം പറയാ, നീ എന്തായി കാണിക്കാൻ പോകുന്നത്? 4 ദിവസമായി അതിനകത്ത് വെച്ചാൽ നാറ്റം വെച്ച് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. കർത്താവ് പറയുകയാണ്, അത് തുറക്കാനൊക്കെ പറഞ്ഞു. യേശു കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് ഒറ്റ വിളിയില്ലേ, ലാസറേ പുറത്തു വരാൻ പറഞ്ഞു. അപ്പം അവിടെ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു തുറക്കുവാൻ പറഞ്ഞ ഉടനെ ആ കല്ല് നീക്കി മാറ്റുകയാണ്. ആ നിമിഷം തന്നെ അതെ, കല്ല് നീക്കി മാറ്റുകയാണ്. ആ നിമിഷം തന്നെ അവിടെ നാറ്റം വെച്ചതായ ആ ശരീരം നാറുകയും എല്ലാവരും മൂക്ക് പൊത്തുകയും ചെയ്യുകയാണ്. അപ്പൊ അവിടെ എല്ലാവരും അതിശയത്തോടെ കർത്താവ് എന്താണ് കാണിക്കുവാൻ പോകുന്നത് എന്നൊരു ചിന്തയാണ് എല്ലാവരുടെ മനസ്സിൽ. ഉയർക്കുവാൻ പോകുന്ന ചിന്ത ആർക്കുമില്ല. അത്രയേറെ പ്രത്യാശകരമായ ഒരു സംഭവമാണ് അവിടെ നടന്നത് അല്ലേ? അതെ, അത് നമ്മൾ അവിടെ കാണുമ്പോൾ അത് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു ലാസറിനെ വിളിക്കുന്നതിന് മുമ്പായിട്ട് കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പിതാവായ ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രൻ, ഞാനാണ് അങ്ങയുടെ പുത്രൻ എന്ന് ഈ ലോകം വെളിപ്പെടുന്നതിനേക്കായി, അല്ലെങ്കിൽ ഇവരെല്ലാവരും മനസ്സിലാക്കുന്നതിനേക്കായി അങ്ങ് ഇവിടെ അത്ഭുതം പ്രവർത്തിക്കണമേ. അവിടെ എല്ലാവരും കേൾക്കെ അതിശക്തമായൊരു പ്രാർത്ഥന കർത്താവായ യേശു ക്രിസ്തു നടത്തുകയാണ്. അതിനുശേഷമാണ് എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ ലാസറേ നീ പുറത്തു വരിക എന്ന് കർത്താവ് വിളിച്ചു പറയുന്നത്. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു സംഭവമായി നമുക്കിത് കണക്കാക്കാം. അത് തീർച്ചയായും കർത്താവായ യേശു ദൈവപുത്രനാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഒരു അതിശക്തമായ ഒരു അത്ഭുതം അവിടെ നടക്കുകയായിരുന്നു. ഇതായിരുന്നു ഏറ്റവും വലിയ അത്ഭുതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളിൽ. അത് ഏറ്റവും അധികം ജനങ്ങളെ
കർത്താവായ യേശുവാണ് മെശിഹ എന്ന് ചിന്തിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്ത ഒരു വലിയ ഒരു അത്ഭുതമായിരുന്നു ലാസറിന്റെ ഉയർപ്പ്. കാരണം ലാസർ മരിച്ചുവെന്ന് എല്ലാവരും കേട്ടു. അതുകൊണ്ട് തന്നെ അവൻ്റെ ഉയർപ്പ് വളരെ പ്രത്യേകതയുള്ള, വളരെയധികം എല്ലാവരും കേട്ടതായ ഒരു അത്ഭുതമായിരുന്നു. മാത്രമല്ല, അന്ന് വരെയും മരിച്ചു കിടക്കുന്നവരാരും ഉയർത്തുന്നതായിട്ട് കാണുന്നില്ല. അതെ, മരിച്ചവരെല്ലാം ഇപ്പോഴും അവരുടെ ആ ദേശത്ത് ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ബോഡി ഇന്ന് മണ്ണിനടിയിലാണ്, കല്ലറയ്ക്കുള്ളിൽ കിടക്കണം. അവരാരും ഉയർത്തുന്നിട്ടില്ല. അപ്പം ആ കല്ലറയ്ക്ക് അരികിൽ കൂടിയിരുന്ന ആരുടെയും മനസ്സിൽ തോന്നിയിരുന്നില്ല കർത്താവായ യേശു ക്രിസ്തു ലാസറിനെ ഉയർപ്പിക്കാൻ പോവുകയാണെന്ന്. അതെ, അതോടുകൂടി കർത്താവായ യേശു പറയുന്നു, ആ നിമിഷം തന്നെ ലാസർ അടക്കിയ പ്രകാരം, അവിടെ യഹൂദ നിയമപ്രകാരം അടക്കുന്നതെന്ന് പറഞ്ഞാൽ തുണി കൊണ്ട് ചുറ്റി, റൂമാൽ കൊണ്ട് ചുറ്റി എന്ന് നമ്മുടെ ഇതിനെ പറയുന്നു. തുണി കൊണ്ട് ദേഹമാസകലം ചുറ്റി കവർ ചെയ്തിട്ടാണ് ഒരു വ്യക്തിയെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അടക്കുന്നത്. അപ്പോൾ അതേ രൂപത്തോടു കൂടി നടക്കുവാൻ പോലും സാധിക്കാത്ത രീതിയിൽ ലാസർ പുറത്തു വരികയാണ്. അപ്പോൾ കർത്താവ് യേശു പറയുകയാണ്, അവനെ കെട്ടഴിച്ചു വിടുക, അവൻ നടന്നു പോകട്ടെ. എല്ലാവരും അതിശയം, ഒരു ഭൂതത്തെ കണ്ടതുപോലെ എല്ലാവരും അതിശയം നിൽക്കുമ്പോൾ കർത്താവ് പറയുന്നത്, കെട്ടഴിച്ചു വിടുക, അവൻ നടന്നു പോകട്ടെ. അപ്പൊ എല്ലാവരും ആരൊക്കെ വന്ന് അവന്റെ കെട്ടഴിക്കുകയാണ്. ലാസർ ജീവനുള്ളവനായി മറിയയ്ക്കും മാർത്തയ്ക്കും തിരിച്ചു കിട്ടുകയാണ്. എത്ര വലിയ സന്തോഷകരമായ ഒരു അവസരം, ഒരു അനുഭവം അവർക്ക്. അതാണ് കർത്താവ്, നീ എന്നെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് കർത്താവായ യേശു പറയുന്നതായ അർത്ഥം അതാണ് കർത്താവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്ന് വലിയൊരു സത്യം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. സാധാരണ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം അതോടുകൂടെ തീർന്നുവെന്ന് ആ കാലഘട്ടത്തിൽ ആൾക്കാർ വിശ്വസിച്ചിരുന്നു. പക്ഷേ യേശുക്രിസ്തു ലാസറിൻ്റെ മരണത്തോടെ അവൻ ഉറക്കത്തിലാണ്, അവൻ ഉണരുവാണ്ടൊക്കെ സമയമുണ്ട്. അല്ലെങ്കിൽ അവൻ മരിച്ചു കഴിഞ്ഞാലും യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തി നിൽക്കുന്ന കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ ഇന്നും ലോകത്തിലുള്ള സകല മനുഷ്യരും ക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് അവർക്ക് പ്രത്യാശ. ക്രിസ്തുവിൽ ജീവിച്ചു മരിച്ചവർക്ക്. നല്ല വളരെ രസകരമായ ചർച്ചയായിരുന്നു. ഇതിന്റെ അവസാനമായിട്ട് നമുക്ക് പാസ്റ്റർ രാജേഷുമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, കർത്താവേ, ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഞങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ജീവിച്ച് ഈ ഭൂമിയിൽ മരിക്കുവാനും പ്രത്യാശയുള്ളവരായി അങ്ങ് വരുമ്പോൾ എഴുന്നേൽക്കുവാനുമായി ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് കണ്ടതായ എല്ലാ പ്രേക്ഷകരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രത്യാശയുള്ളവരായി ഈ ലോകത്ത് ജീവിക്കുവാനും അവർ മരിച്ചാലും ജീവിക്കുമെന്ന പ്രത്യാശയോടുകൂടി മരിക്കുവാനും തക്കവണ്ണം എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ചർച്ചയിൽ പങ്കെടുത്ത പാസ്റ്റർ രാജേഷിനും പാസ്റ്റർ ജോയ്ക്കും ഹോപ്പ് ചാനലിൻ്റെ നാമധേയത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. ഇവിടെ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. വിളിച്ചതിലേക്ക് നിങ്ങളെല്ലാവരെയും നന്ദി അറിയിക്കുകയാണ്. ഹോപ്പ് ചാനൽ വന്ന് ഈ മനോഹരമായ ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചർച്ച വീക്ഷിച്ച എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. ലാസറിൻ്റെ ഉയർപ്പ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഒരു പ്രത്യാശയേറിയ ദൂതാണ് ഇവിടെ നൽകുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഭയപ്പെടേണ്ട. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.